ഓരോ മക്കളും ദൈവത്തിന്റെ ദാനമാണ്. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലവും അവൻ തരുന്ന പ്രതിഫലവുമാണ്. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങളെങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെക്കൊണ്ട് തന്റെ ആവനാഴിക നിറച്ച പുരുഷൻ ഭാഗ്യവാൻ എന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓൾഡ് ജനറേഷൻ അപ്പനെ പുച്ഛിച്ചും വില കൽപ്പിക്കാതെയും ജീവിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ പുത്രൻ, ഒരു മുടിയനായ പുത്രൻ. ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കറ പുറത്തെടുത്താൽ അത് ഏകദേശം ഇത്രത്തോളം ഉണ്ടാകും. നിങ്ങളെ ഒരു രോഗിയാക്കാൻ ഇത് മതി. ഒരു വലിയ രോഗി. എടി മേരിയെ, നീ എവിടെയാ? രാവിലെ ആയാൽ ഒരു കാപ്പി കുടിക്കാൻ ഞാൻ ഇനി അപ്പുറത്തെ വീട്ടിൽ പോകണമോ? ദാ വരുന്നു മനുഷ്യ. അവിടെ കിടന്ന് തൊണ്ട കീറാതെ. അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാര് വന്നപ്പോഴേ നിങ്ങൾക്ക് തുടങ്ങിയതാ ഒരു അപ്പുറത്തെ വീട്ടിൽ പോയി കാപ്പി കുടി. ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതെന്താ, കട്ടൻ കാപ്പിയാണോ? ആ, പാലില്ല. ഓഹോ, ആ കട്ടനെങ്കിൽ കട്ടൻ. ഇതെന്താ, മധുരവുമില്ലേ? ആ, പഞ്ചസാരയും തീർന്നു. നിനക്ക് ഇതൊക്കെ ഒന്ന് ആ കടയിൽ പോയി മേടിച്ചാൽ എന്താ? എല്ലാ ആഴ്ചയും അതിന്റെ അടുത്തുള്ള ബ്യൂട്ടി പാർലറിൽ പോയി ഒരു ഗന്ധി ഇങ്ങനെ പറിക്കാറുണ്ട് നേരമുണ്ട്. ഇതിനൊന്നും നിനക്ക് നേരമില്ല. അപ്പ ആ ചെട്ടിയാർക്ക് കൊടുക്കാനുള്ള കാശ് ബാങ്കിൽ പോയി എടുക്കണ്ടേ? ഓ, ഞാനത് മറന്നു. നീ ഓർപ്പിച്ചത് നന്നായി. നീ ബാങ്കിൽ പോയി അതെടുത്ത് ചെട്ടിയാർക്ക് ഏൽപ്പിച്ചേക്ക്. ശരിയപ്പാ, ഞാൻ എന്നാ ബാങ്കിലെ കാര്യം കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് ചെല്ലാം. ബിസിനസ് കാര്യങ്ങൾ നോക്കി തുടങ്ങിയതിൽ പിന്നെ അവന് നല്ല പക്വതയും ഉത്തരവാദിത്വവും ഒക്കെയായി. ഇനി നമുക്ക് അവനെ ഒരു പെണ്ണ് കൂടി കെട്ടിക്കണം. അത് ശരിയാ. ഇന്നലെ കമ്പനി ഡയറക്ടറും അവനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. ആ കല്യാണക്കാരും ചിലരൊക്കെ എന്റെ മനസ്സിലുണ്ട്. നമുക്ക് ആലോചിക്കാം. രണ്ടാമത്തവനെ പറ്റി ഉള്ളൂ എനിക്ക് കുറച്ച് ടെൻഷൻ. കോളേജിൽ പോയതിൽ പിന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. കാശ് ചിലവാക്കുന്ന കാര്യത്തിൽ ഒരു മയവും ഇല്ല അവന്. പ്രായത്തിന്റെ ചില കുസൃതികളൊക്കെ ആയിരിക്കും. നമുക്ക് ശരിയാക്കാം. കർത്താവ് അവനെ നേർവഴിയിൽ നടത്തും. അവന് അടുത്തയാഴ്ച പരീക്ഷയെന്നാ പറഞ്ഞത്. പാവം, രാത്രി ഉറക്കം ഒഴിച്ചിരുന്ന് ഒത്തിരി പഠിക്കുമായിരിക്കും. നീ ഇതെങ്ങോട്ടാ ഈ ഫോക്കസ് ചെയ്യുന്നേ? കല്യാണ വീഡിയോഗ്രാഫേഴ്സിനെ പിടിച്ച് ക്യാമറമാനാക്കി ഏതാ കുഴപ്പം? ആവശ്യമില്ലാത്തൊക്കെ എടുത്തു കൂട്ടിക്കോളും. പോയി നായകനെ ഫോക്കസ് ചെയ്യടാ. ரொம்ப நல்ல பிள்ளைக்கெல்லாம் நான் சொல்ல பிள்ளை இல்லை. நான் ரொம்ப 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 நல்ல பிள்ளை இல்லை. ரொம்ப நல்ல பிள்ளைக்கெல்லாம் நான் சொல்ல பிள்ளை இல்லை. பெண்ணெல்லாம் பொறுக்கி பிள்ளை, எச்சிக்கெல்லாம் திருட்டு பிள்ளை. எங்களுக்கு ஊரும் இல்லை, பர்மனன்ட் பேரும் இல்லை. தட்டி கேட்க ஆளும் இல்லை, காவடிக்க நேரம் இல்லை. சொந்தம் யாரும் இல்லை, சென்டிமெண்ட் எதுவும் இல்லை. ராஜா ராஜா, நான் ராக்கெட் ராஜா. நீ ராஜா ராஜா, நீ பாக்கெட் ராஜா.
എടാ നീ ഇങ്ങനെ എപ്പഴാ നാട്ടിൽ പോണേ? ഹു വാണ്ട്സ് ടു ഗോ ടു ദ ഹെൽ മാൻ? ഇവിടുത്തെ ഈ അടിച്ചുപൊളി ജീവിതമൊക്കെ കളഞ്ഞേച്ച് ആർക്കാ അവിടെ പോകേണ്ടത്? വട്ടാണോ നിനക്ക്? ഓ നിന്റെ അമ്മ തന്നെയാടാ, എടുക്ക്. ഹലോ, ആ അമ്മ, വാട്സാപ്പ്. ഞാനിവിടെ പഠിക്കായിരുന്നു. അടുത്ത ആഴ്ച എക്സാം അല്ലേ? ഉഴപ്പാനോ? ഞാനോ? ഇവിടെ ഫുൾ ടൈം പഠിത്താണ്. രാത്രി ഉറങ്ങാറേ ടൈമില്ല. ആ, ഈ വീക്ക് എന്തായാലും പറ്റില്ല, പരീക്ഷയല്ലേ. അടുത്ത മാസം എല്ലാം വരാൻ നോക്കാം. നീ എന്നാണ് ബഡ്ഡി ഉറക്കളച്ചിരുന്ന് പഠിച്ചത്? ഞാൻ ഉറങ്ങാറേ ഇല്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, പഠിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ചേക്കണം. ബ്ലാഡി ഫുൾ. എടാ നീ ഒന്ന് നാട്ടിൽ പോകുന്നത് നല്ലതായിരിക്കും. എനിക്കെങ്ങും വയ്യ ആ പട്ടിക്കാട്ടിൽ പോകാൻ. ഈ സിറ്റി ലൈഫാണ് എനിക്ക് ഇഷ്ടം. എടാ അതല്ലടാ, നമ്മുടെ കാശെല്ലാം തീർന്നു. നാളെ കുപ്പി എടുക്കാൻ കാശില്ല. കാശ് തീർന്നോ? ലാസ്റ്റ് വീക്ക് അല്ലടാ ഞാൻ നിനക്ക് അപ്പയുടെ കയ്യിൽ നിന്ന് 50,000 രൂപ എടുത്തു തന്നത്. ബ്രോ, നീ അന്ന് എന്റെ കാറ് കൊണ്ട് ഇടിച്ചില്ലേ, അതിന് ചെലവായി 30,000. പിന്നെ ബാക്കിയെല്ലാം കുടിച്ചു നിന്ന് തീർത്തില്ലേ. എനിക്ക് വീട്ടിൽ നിന്ന് ആകെ കിട്ടുന്ന 1000 രൂപയാ. അളിയാ നിനക്കതിൽ സുഖമല്ലേ? നിന്റെ അപ്പയ്ക്ക് വല്ല ബിഗ് ഡീൽ ആണോ? എന്തൊരു സ്ഥാപനങ്ങളാ, നിനക്ക് വേണ്ടിയല്ലേ ഇതിൽ സമ്പാദിക്കുന്നേ. നീ ഒന്ന് പോയി ചോദിക്കു ബ്രോ. ശരി, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ പോകാം. നിങ്ങളാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, നിങ്ങളാണ് എന്റെ ലൈഫ്. നൻപേണ്ട. ശരി, നാളെ കഴിഞ്ഞ് ഞാൻ പോകാം. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ് ഗൈസ്. ഇപ്പോൾ കുറച്ച് കോൾസ് ഉണ്ട്. നിന്റെ വണ്ടി നന്നാക്കേണ്ടി ആയിരിക്കൂലേ കയ്യിലിരിക്കണ iPhone 6? നീ ഒന്ന് മിണ്ടായിരിക്കടാ, ഞാൻ ഒന്ന് ഊറ്റിക്കോട്ടെ. ഊറ്റാൻ കിട്ടുന്ന അവസരങ്ങൾ നീയും പാഴാക്കാറില്ലല്ലോ. അത് ശരിയാ, അവനെ ഒന്ന് പൊക്കി വിട്ടാ മതി. ഒന്നുമില്ലല്ലോ, അവൻ നമ്മുടെ പൊന്മുട്ട് കിടന്ന താറാവല്ലടാ. ആരായി വാതിൽ തുറന്നിട്ടത്? ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ. അമ്മേ, അമ്മേ. എടാ മത്തായി കുഞ്ഞേ, നീ എപ്പോ വന്നു? ഇത് എന്നാ കോലമാടാ? എങ്ങനെ നടന്ന കൊച്ചനാ? എനിക്കൊരു പെൺകൊച്ചില്ലാഞ്ഞിട്ടാണോടാ നീ ഇങ്ങനെ മുടിയൊക്കെ വളർത്തിയേക്കുന്നത്? ഓ, ഇതൊക്കെ കൊണ്ടാ ഞാൻ ഈ വീട്ടിൽ വരാത്തത്. എപ്പോ വന്നാലും കുറ്റം പറയാൻ മാത്രമേ നിങ്ങൾക്കൊക്കെ നേരമുള്ളൂ. നോക്കൂ, എന്റെ പേഴ്സണൽ ലൈഫ് ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആ, നീ ദേഷ്യപ്പെടാതെ. വന്ന് കേറി ഉടനെ വഴക്കൊന്നും വേണ്ട അമ്മയോട്. വന്ന് വല്ലതും കഴിക്കേ. ഞാൻ നിങ്ങളുടെ ഫുഡ് കഴിക്കാനൊന്നും വന്നതല്ല. എനിക്ക് കുറച്ച് കാശ് വേണം. എനിക്ക് അവിടെ കുറെ ആവശ്യങ്ങളുണ്ട്. എടാ മത്തായി കുഞ്ഞേ, നീ ഇതെപ്പോ വന്നു? എന്റെ കർത്താവേ, ഇതെന്ത് കോലമാടാ? ഞാൻ ആരുടെ മത്തായ കുഞ്ഞൊന്നുമല്ല. കോൾ മീ മാറ്റ്. ദാറ്റ്സ് വാട്ട് മൈ ഫ്രണ്ട്സ് കോൾ മീ. അപ്പനോടാണോടാ കൈ ചൂണ്ടി സംസാരിക്കുന്നത്? സൈമ, വേണ്ട, നീ നിന്ന കാര്യം നോക്കിപ്പോ. നിങ്ങൾ ഇവൻ പറഞ്ഞത് കേട്ടോ? അവൻ ഇനിയും കാശ് വേണോന്ന്. കാശോ? നിനക്കോ? കഴിഞ്ഞ ആഴ്ചയല്ലേ നിനക്ക് 50,000 രൂപ തന്നത്? അത് ഇത്ര പെട്ടെന്ന് തീർന്നോ? ആ, തീർന്നു. എനിക്ക് എന്റേതായ പല ആവശ്യങ്ങളുണ്ട് അവിടെ. നിനക്ക് ദൂർത്തടിച്ച് കളയാൻ ഇവിടെ കാശ് കായ്ക്കുന്ന മരങ്ങളൊന്നുമില്ല. സൈമ, നിന്നോട് ആരും ഇവിടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല. എടാ, എന്റെ മക്കളെ മക്കളെ, കൈയെടുക്കടാ. അവന്റെ ഷർട്ടിൽ നിന്ന് കൈയെടുക്കടാ. നിന്റെ അപ്പനാടാ പറയുന്നത്, കൈയെടുക്കടാ. സൈമ മോനെ, നീ ഇങ്ങോട്ട് വാ. നിന്റെ ദുർനടപ്പിനെ പറ്റി ഞാൻ നിന്റെ കോളേജിലും ഹോസ്റ്റലിലും ഒക്കെ അന്വേഷിച്ചു. എല്ലാവർക്കും നിന്നെപ്പറ്റി കുറ്റങ്ങൾ മാത്രമേ പറയാനുള്ളൂ. മക്കളുടെ തെറ്റ് കണ്ടുപിടിക്കാനല്ലാതെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? വാക്കുകൾ കൂട്ടി വായിക്കാൻ തുടങ്ങിയ കാലം മുതലേ നീ പറഞ്ഞു തുടങ്ങിയതാണ് നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ല, നിന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ. നിനക്ക് സ്നേഹം തന്നതിന്റെ കണക്കൊന്നും ഞാൻ സൂക്ഷിച്ചിട്ടില്ല. വാങ്ങിച്ചതിന്റെ കണക്ക് നിന്റെ ഹൃദയത്തിലുമില്ല. പിന്നെ തെളിവൊന്നുമില്ലല്ലോ. മദ്യപിച്ച് മാനം കെട്ട് കൂട്ടുകാർക്ക് വേണ്ടി ധൂർത്തടിച്ച് നടന്നതാണ് മോനെ നീ ചെയ്ത തെറ്റ്. അതൊന്നും വകവെച്ച് തരാൻ മോനെ എനിക്ക് പറ്റില്ല. ഓ, 2 അടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഈ നാട്ടിലെ ചെറുപ്പക്കാരൊന്നും ചെയ്യാത്തതൊന്നും അല്ലല്ലോ ഇതൊന്നും. അവർക്ക് അപ്പനും അമ്മയും വീടും ഒന്നുമില്ലേ? ഈ നാട്ടിലെ ചെറുപ്പക്കാരെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്റെ മകൻ എങ്ങനെയാണെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പ, നിങ്ങളൊക്കെ ഏത് കാലത്താ ജീവിക്കുന്നത്? ദിസ് ഇസ് 21st century മാൻ. എന്നെ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്താനൊന്നും ആരും വിചാരിക്കണ്ട. ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ്. അത് അങ്ങനെ ജീവിച്ചു തീർക്കാനാണ് എനിക്കിഷ്ടം. ഐ നീഡ് മൈ സ്പേസ്, ഐ നീഡ് മൈ ഫ്രീഡം. അതിന് ഐ നീഡ് മണി. ആവശ്യത്തിലേറെ നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. ശരി,
നിനക്ക് വേണ്ടത് നീ അമ്മയോട് ചോദിച്ചു വാങ്ങിച്ചോ. ഭർത്താവ് നിന്നെ നേർവഴിക്ക് നടത്തട്ടെ. ഇല്ല, എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങളുടെ മുന്നിൽ തെണ്ടാനൊന്നും പറ്റില്ല. എനിക്കുള്ളത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതി തന്നേക്ക്. മോനെ, വേണ്ട, എനിക്കിനി നിങ്ങളുടെ ആരുടെയും ആവശ്യമില്ല. എനിക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ആരുടെയും ഔദാര്യമൊന്നും അല്ലല്ലോ. എടാ വേണ്ട സൈമ, ഇനി അതിനെ ചൊല്ലി ഒരക്ഷരം ഇവിടെ സംസാരിക്കരുത്. ഇന്നാ ഇതെന്റെ സ്വത്തിന്റെ പകുതിക്ക് തുല്യമായ എമൗണ്ട് ഉണ്ട്. ഇനി ഈ വീടുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഇനി എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വില തരുന്ന എന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നു. നിങ്ങൾക്കൊക്കെ ശല്യമായി ഇനി ഞാൻ വരില്ല. എല്ലാത്തിനും നന്ദി. മത്തായി കുഞ്ഞേ. അങ്ങനെ മത്തായി കുഞ്ഞ് അവന്റെ അവകാശം കൈപ്പറ്റിക്കൊണ്ട് തന്റെ എല്ലാമെന്ന് വിശ്വസിക്കുന്ന കൂട്ടുകാരുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുകയാണ് ജീവിതം ആസ്വദിക്കാൻ. അടിച്ചു മോനെ ഭൂട്ടാൻ ബമ്പർ. ഡാഡിന്റെ കയ്യിൽ നിന്ന് എന്റെ ഷെയർ ഫുൾ ഞാൻ ഇങ്ങ് അടിച്ചെടുത്തു. ഇനി എനിക്ക് ആ നാട്ടിലും വീട്ടിലും എങ്ങും പോകണ്ട. ഇതാണ് എന്റെ ലോകം. നിങ്ങളാണ് എനിക്ക് എല്ലാം. അതല്ലേ അളിയാ ഫ്രണ്ട്ഷിപ്പ്. എടാ വിളിക്കടാ നമ്മുടെ ഗ്യാങ്ങിനെ മൊത്തം, നമുക്ക് അടിച്ചു പൊളിക്കാം. Is in the house tonight. Everybody just have a good time. Yeah. And we gon' make you lose your mind. Woo. Everybody just have a good time. Party rock is in the house tonight. Oh. Everybody just have a good time. I can feel it. And we gon' make you lose your mind. Yeah. We just wanna see you shake that. എടാ, ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലല്ലോ. അവിടെ എങ്ങാനും കാണും. വല്ലാത്ത വിശപ്പും ദാഹവും. നീ പോയി ഒരു ബിരിയാണി വാങ്ങിട്ട് വാടാ. ശരി അളിയാ, ഭയങ്കര വിശപ്പ്. ചിക്കനാ മട്ടനാ? ചിക്കൻ. അത് 1-2 ബിരിയാണി, 150, 360 പെട്രോള്, കാശ് 50. നീ ഒരു 1000 ബക്സ് ഇങ്ങടുത്തെ വണ്ടി. അളിയാ, കാശ് ഇവിടെ എങ്ങാണ്ടൊക്കെ ഉണ്ട്. ഞാൻ എടുത്തു തരാം. നീ ഒരു കാര്യം ചെയ്, നീ ഇപ്പോ വാങ്ങി വാ. കാശ് ഞാൻ റെഡിയാക്കാം. കാശാ എന്റെലോ? ഇത് പണ്ട് തലിയങ്കുമാർ ഗേറ്റിങ്ങ ബിരിയാണി കൊടുക്കുന്നു പറഞ്ഞാലേ ആയിപ്പോയല്ലോ. ഓ മൈ ഡിയർ ബുക്കേ, ഇങ്ങ് വാ, നമുക്ക് പഠിക്കാം. ഇവന്റെ കാശ് മുഴുവനും തീർന്ന മട്ടാണല്ലോ. ദൈവമേ, തലയിലാവോ?
എല്ലാമെല്ലാമെന്ന് കരുതിയ കൂട്ടുകാർ തന്നെയല്ല, തന്റെ പണത്തെയാണ് സ്നേഹിച്ചതെന്ന് വളരെ വൈകിയാണെങ്കിലും അവൻ തിരിച്ചറിഞ്ഞു. ഒരു ഗതിയും പരഗതിയുമില്ലാതെ വിശന്നു പരവേശനായി അവൻ തിരിച്ച് വീട്ടിലേക്ക്. അമ്മ, അമ്മ, ആരാതെ? മത്തായി കുഞ്ഞേ, നിനക്ക് എന്തു പറ്റി മോനെ? അമ്മ, കുറച്ച് വെള്ളം താ അമ്മ. ദേ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ എന്താ ഇതാരാ? അപ്പാ, മത്തായി കുഞ്ഞെ, നിനക്കിത് എന്തു പറ്റി മോനെ? എനിക്ക് തെറ്റുപറ്റി അപ്പാ. മോനെ, ദേ നമ്മുടെ മത്തായി കുഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നു. ചേട്ടാ, ചേട്ടനോ? അങ്ങനെയല്ലല്ലോ നീ എന്നെ അന്ന് വിളിച്ചത്. അപ്പന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച് കളഞ്ഞ് കുടുംബത്തിന് മാനക്കേടുണ്ടാക്കിയ നിനക്ക് ഈ വീട്ടിൽ ഇനി ഒരു സ്ഥാനവുമില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. മോനെ സൈമ, ഇത് നമ്മുടെ പഴയ മത്തായി കുഞ്ഞല്ല. ഇവന്റെ തെറ്റിവൻ തിരിച്ചറിഞ്ഞു. വഴിതെറ്റിപ്പോയ നമ്മുടെ കുഞ്ഞാടാണിവൻ. നമ്മുടെ കർത്താവ് അവനെ നേർവഴികാട്ടി നമ്മുടെ അടുക്കലേക്ക് തിരിച്ചയച്ചിരിക്കുന്നു. ചേട്ടാ, എന്നോട് ക്ഷമിക്ക് ചേട്ടാ. എടാ സൈമ, വിളിക്കടാ നമ്മുടെ ബന്ധുക്കളെയും കൂട്ടുകാരെയും എല്ലാം. പാപം വിട്ട് അവൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. നമുക്കിത് ആഘോഷിക്കാം, കർത്താവിനെ സ്തുതിക്കാം.